പള്ളിക്കാട്ടിലാണു നാളെ മണിയറ, കരമേറിടുന്ന കല്ലതിൻ്റെ മേലെ, പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ നീളേ. പാട്ടിലെ കാര്യം പറയാം. ഇന്നലെ പ്രശസ്തനായ ഒരു ഫുട്ബോൾ താരം ഡിയാഗോ ജോട്ടയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആന്ദ്രെ സിൽവയും രണ്ടുപേരും ഫുട്ബോൾ താരങ്ങളാണ്. അതിൽ ജോട്ട നിലവിൽ പോർച്ചുഗലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലബ്ബായ ലിവർപൂളിന് വേണ്ടിയിട്ടും കളിക്കുന്ന താരമാണ് എന്ന് മാത്രമല്ല, ഫുട്ബോൾ ലോകത്ത് ഗെയിമിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു പ്ലെയർ എന്നാണ് ജോട്ടയെക്കുറിച്ച് പറയപ്പെടുന്നത്. മാത്രമല്ല, വിങ്ങിലായാലും അതുപോലെ തന്നെ ഫോർവേഡായാലും ഏത് പൊസിഷനിലും നന്നായിട്ട് കളിക്കുന്ന, തൻ്റെ കഴിവും മികവുമെല്ലാം പ്രകടിപ്പിച്ച ഒരു പ്ലെയറാണ് ജോട്ട. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ കഴിവും കളിയും കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നതാണ്. ഈ അടുത്ത കാലത്ത് മികച്ച പ്രകടനങ്ങളാണ് അദ്ദേഹം കാഴ്ച വെച്ചിട്ടുള്ളത്. അതിനിടയ്ക്കാണ് മരണം ഒരു ആക്സിഡൻറ്റിലൂടെ അദ്ദേഹത്തെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ന്യൂ ജനറേഷൻ സുഹൃത്തുക്കളോട്, അനിയന്മാരോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്, ആദ്യത്തെ ആ പാട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, എന്തൊക്കെ തന്നെ നമ്മൾ കളിച്ചാലും, എന്തൊക്കെ തന്നെ മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിച്ചാലും, നമ്മുടെ പിന്നിൽ തൊട്ടില്ല എന്നുള്ള നിലക്ക് ഒരാളിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. മരണം എപ്പോഴാണത് നമ്മളെ പിടികൂടുക എന്ന് പറയാൻ സാധ്യമല്ല. ജോട്ടയും പോയത് അങ്ങോട്ടാണ്, നമ്മളും പോകേണ്ടത് അങ്ങോട്ട് തന്നെയാണ്. ആ ഒരു ബോധ്യമാണ് നമുക്ക് എന്തൊക്കെ മേഖലകളിൽ നമ്മൾ പ്രവേശിച്ചാലും, എന്തൊക്കെ കളികളിൽ നമ്മൾ മുഴുകിയാലും നമുക്ക് വേണ്ടത്. ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം അതാണ്. ഏതായാലും ജോട്ട അതുപോലെ തന്നെ സിൽവ, അവരുടെയൊക്കെ കുടുംബത്തിലേക്ക് ക്ഷമ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം.